ഇതാണ് രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ? ഇത്തവണ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ വിഷയമാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വെച്ചത്. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്നുള്ള ചോദ്യം. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്ന ചോദ്യത്തിന് 64% പേർ അതെ എന്ന് അഭിപ്രായപ്പെടുന്നു. അല്ല എന്ന് 20% അഭിപ്രായമില്ലാത്തത് 16%. അതായത് 36% ആളുകളാണ് അതെ എന്നുള്ള ഉത്തരം നൽകാത്തത്. ബാക്കി 64% ആളുകളും അതെ, രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണ് എന്ന് പറയുന്ന 64%. BJP വലിയൊരു രാഷ്ട്രീയ ആയുധമായി കൂടെ ഉപയോഗിക്കുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ആ ചോദ്യമാണ് ഉന്നയിച്ചത്. രാമക്ഷേത്രം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണോ എന്നുള്ളത് 64% വോട്ടർമാരും അതെ എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ പ്രേക്ഷകർക്കായി. ഒരു ചോദ്യം കൂടി, മറ്റൊരു പ്രധാന ചോദ്യം കൂടി സർവേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. ആ ചോദ്യം ഇതാണ്, അതിലേക്ക് ഒന്ന് പോകാം. ഈ ചോദ്യങ്ങളൊക്കെ ഓരോ തലത്തിലുള്ള വിവിധ തലത്തിലുള്ള ചോദ്യങ്ങളാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠ രാഷ്ട്രീയ ചടങ്ങാക്കി എന്ന കോൺഗ്രസിന്റെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രാമക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു ചോദ്യമായിരുന്നു രാഷ്ട്രീയമാക്കി എന്ന ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന് വോട്ടർമാർ നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: യോജിക്കുന്നു എന്ന് 22% ആളുകൾ മാത്രമാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. യോജിക്കുന്നില്ല എന്ന് 74% ആളുകൾ അഭിപ്രായപ്പെടുന്നു. അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ ചടങ്ങല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ 74%. ഭൂരിഭാഗം ആൾക്കാരും അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, ഇതൊരു രാഷ്ട്രീയ ചടങ്ങല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ ചടങ്ങാക്കി BJP മാറ്റിയിട്ടില്ല, കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നവരാണ് 74%. നേരെ ഇന്നത്തെ ഫലങ്ങളിലേക്ക് പോവുകയാണ് അല്ലെ. നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ഫലങ്ങളിലേക്ക് പോകണം. കർണാടകം നോക്കാം. കർണാടകമാണ് വരാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് ആന്ധ്രാപ്രദേശിലെ ആസാമുണ്ട്, തെലങ്കാനയുണ്ട്, രാജസ്ഥാനുണ്ട്. അങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഫലസൂചനകൾ പ്രേക്ഷകർക്കായി ഉണ്ടാകും. വളരെ പെട്ടെന്ന്